Hello, welcome to Anoop Tube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഫ്ലട്ടറിൻ്റെ ഫണ്ടമെൻറ്റൽസിലെ നെക്സ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഫ്ലട്ടർ ഫണ്ടമെൻറ്റൽസിലെ ഏറ്റവും നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് തുടങ്ങേണ്ട അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വിഡ്ജറ്റ്സ്, ഓക്കെ അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, നമുക്കൊരു ബേസിക് ആയിട്ടുള്ള വിഡ്ജറ്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നത് എങ്ങനെയാണ് നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൽ നമ്മൾ വിഡ്ജറ്റ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ്, അതായത് ഫ്ലട്ടറിൻ്റെ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെല്ലാം ഒരു വിഡ്ജറ്റ് സൈറ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലട്ടറിൻ്റെ ആപ്പിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വിഡ്ജറ്റ്സിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഓക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്. ഓക്കെ, നമ്മളിതാണ് നമ്മുടെ ബേസിക് ആയിട്ട് ആപ്പല്ലേ. ഓക്കെ, അപ്പോൾ ഈ ആപ്പിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പിൽ നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രോവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ബോട്ടം നാവിഗേഷൻ ബാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ആപ്പ് ബാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല, നമ്മൾ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബോഡി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ബോഡിയിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, ഒരു ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ബോഡീനെ നമുക്ക് വേറൊരു വിഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റും, നമുക്കൊരു സ്വന്തമായിട്ടൊരു വിഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ഓഫ് വിഡ്ജറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പോകാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു കസ്റ്റമായിട്ടൊരു വിഡ്ജറ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, നമ്മളൊരു ബേസിക്കലി ഒരു വിഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ 2 ടൈപ്പ് ഓഫ് വിഡ്ജറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മൈ ആപ്പ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഒരു ഫ്ലട്ടറിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞിട്ടൊരു ST എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2-3 ഓപ്ഷൻ കാണിക്കും, ST ഫുൾ, ST ലെസ്. അപ്പോൾ സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് സ്റ്റേറ്റ്ലെസ്. ന്യൂ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, അതിൽ നമുക്ക് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ബോയിലർ പ്ലേറ്റ് ആയിട്ടുള്ളൊരു കോഡ് വരും. നമ്മൾ അതിൻ്റെ ക്ലാസിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് മൈ ബോഡി എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോഡിയാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മൈ ബോഡി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഇതിനെ ജസ്റ്റ് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അതിനുശേഷം ഈ കോൺസ്റ്റ് പ്ലേസ് ഹോൾഡറിൻ്റെ അകത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ബോഡി കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു, മൈ ബോഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഡ്ജറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാണുന്ന സെയിം സാധനം തന്നെ റിഫ്രഷ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്കൊരു മാറ്റം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ടൊരു വിഡ്ജറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഉണ്ടാക്കാനുള്ള കാര്യമാണ്. സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിന് ആപ്പാടെ ഒരു കൺസെപ്റ്റേ ഉള്ളൂ, ബിൽഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യും, സ്ക്രീനിൽ റെൻഡർ ചെയ്ത് വയ്ക്കും, പിന്നെ അതിനൊരു മാറ്റം വരില്ല. ഓക്കെ, നമ്മൾ മാറ്റം വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ റെൻഡർ ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതിനെ റീലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അതിനെ റെൻഡർ ചെയ്തിട്ട് റീപെയിൻറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അങ്ങനെ ഒരു വിഡ്ജറ്റ് ഉണ്ടാക്കി തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല. അതാണ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്, അതിന് സ്റ്റേറ്റ് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് കഴിഞ്ഞാൽ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഉണ്ടാക്കി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ അതിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഈ സെൻറ്റർ സംഭവം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മാറ്റിയിട്ട് നമുക്കൊരു കോളം വിഡ്ജറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, കോളം വിഡ്ജറ്റ് ആക്കി. കോളം വിഡ്ജറ്റ് പറഞ്ഞാൽ കോളമായിട്ട് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരു ഓപ്ഷൻസ് ഉള്ള ചിൽഡ്രൻ ആണ്. ചിൽഡ്രനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ ടെക്സ്റ്റ് നമ്മൾ കൊടുത്തു വരിക, ടെക്സ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു, കോമ 2 സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ടെക്സ്റ്റ് 1 എന്നോട് കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ വീണ്ടും ഇത് സേവ് ചെയ്തു, കോപ്പി ചെയ്തു, താഴത്തെടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ടെക്സ്റ്റ് 1 എന്ന് പറയുന്നത് എല്ലാം നമുക്ക് എന്ത് ചെയ്ത് കോളായിട്ട് താഴോട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിനെ ഞാൻ റോ ആക്കി വിചാരിക്കുക. റോ ആക്കി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരും, റോ ആയിട്ട് ഇങ്ങോട്ട് വരും. നമ്മൾ 2 സംഭവമുള്ളത്. അപ്പോൾ ജസ്റ്റ് കോള ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കോളത്തിലോട്ട് ആഡ് ചെയ്തു, 2 ചൈൽഡിനെ ഉണ്ടാക്കാൻ പോകണം. ഒരു ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ടെക്സ്റ്റിനകത്ത് ഞാൻ കൊടുത്തു. ഓക്കെ, മൈ ബോഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് ഇതിന് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ കോളത്തിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, മെയിൻ ആക്സിസ് അലൈൻമെന്റ് എന്ന് പറഞ്ഞ സംഭവം. മെയിൻ ആക്സിസ് അലൈൻമെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. മെയിൻ ആക്സിസ് അലൈൻമെന്റ് ഡോട്ട് സെൻറ്റർ എന്നുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് സെൻറ്ററിലോട്ടായിട്ട് അലൈൻ ചെയ്തിട്ടു. ഇനി നമുക്ക് ഇതിനെ ഈ ടെക്സ്റ്റിന് നമുക്ക് ഇവിടേക്ക് സെൻറ്ററിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സെൻറ്ററിൽ ടെക്സ്റ്റിൻ്റെ കവർ ചെയ്തിട്ട് സെൻറ്റർ കൊടുത്താൽ മതി. അതായത് നമുക്ക് ഈ ടെക്സ്റ്റ് ഒബ്ജക്റ്റിനെ
റാപ്പ് ചെയ്തിട്ടൊരു സെൻറ്റർ ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിനെ സെൻട്രലാക്കി കിട്ടും മൈ ബോഡി എന്ന് പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്ന ഒരു ബട്ടൺ ഒബ്ജക്റ്റ് ആണ്. എലിവേറ്റഡ് ബട്ടൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓൺ പ്രസ്ഡ് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. അതായത് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യാൻ പറ്റണമല്ലോ. അപ്പോൾ ഓൺ പ്രസ്ഡ് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഓൺ പ്രസ്ഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷന് നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ പേര് എന്ന് പറഞ്ഞത് നമുക്ക് ഓൺ ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഈ ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഓൺ പ്രസ്ഡിനകത്തോട്ട് കോൾ ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ പ്രിന്റ് എഴുതി, അതിനുശേഷം പ്രസ്ഡ് എന്ന് എഴുതി കാണിച്ചു. അതിനുശേഷം ഞാൻ ഇത് ചൈൽഡ് ഒബ്ജക്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ബട്ടനകത്തൊരു പ്രിന്റ് ചെയ്യണമല്ലോ, ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ഒബ്ജക്റ്റ് കൊടുത്തു. ടെക്സ്റ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം അതിനകത്ത് എന്ത് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ മൈ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എലിവേറ്റഡ് ബട്ടൺ. ഓക്കെ, സോറി, ഞാൻ ഇവിടെ ഒരു കോമഡാ മറന്നു പോയി, അതിൻ്റെ കുഴപ്പമിട്ടോ. ഓക്കെ, നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. നമുക്കൊരു മൈ ബോഡി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഒരു മൈ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മൈ ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എനിക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈ ബോഡി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ടൊരു വേരിയബിൾ ഉണ്ടാക്കണം അല്ലേ. വേരിയബിൾ ഞാൻ ഉണ്ടാക്കിയത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് മൈ ടെക്സ്റ്റ് ഈക്വൽ ടു മൈ ബോഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി. അതിനുശേഷം ഈ മൈ ടെക്സ്റ്റിനെ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റ് ഒഴിവാക്കട്ടോ. ഞാൻ ഈ മൈ ടെക്സ്റ്റിനകത്ത് കൊടുത്തു. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം സാധനം മൈ ബോഡി തന്നെ വന്നു. അതിനുശേഷം ഞാൻ പ്രിന്റ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, മൈ ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്തു അല്ലേ. മൈ ടെക്സ്റ്റ് ഈക്വൽ ടു ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി. ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞ് മാറ്റിയതിനു ശേഷം ഞാൻ മൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. പക്ഷേ എന്ത് വരുന്നില്ല, നമുക്കിവിടെ മൈ ബോഡി എന്ന് പറയുന്ന സംഭവം മാറുന്നില്ല. ഇവിടെ ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ബോഡിയുടെ സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഈ മൈ ബോഡീനെ ഈ ആപ്പ് റീഫ്രഷ് ചെയ്യുള്ളൂ, അതായത് റീപെയിന്റ് ചെയ്യുള്ളൂ. നമ്മുടെ ആപ്പിന്റെ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ റീപെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈ ബോഡിയുടെ സ്റ്റേറ്റ് ചേഞ്ച് ആയത് അതിനറിയണം. ഇത് ഓൾറെഡി ഇതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ഒന്നും ആയിട്ടില്ല എന്നാണ് നമ്മുടെ ആപ്പിന്റെ കൺസെപ്റ്റിൽ പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിൽ പറ്റില്ല. നമുക്ക് ഒരിക്കലും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യത്തോളം കാലം നമുക്ക് ഈ ടെക്സ്റ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മാറിയിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ഒന്നും ചേഞ്ച് ആവില്ല. അപ്പോൾ സ്ക്രീനിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് മാറുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് ഉണ്ട്, സ്റ്റേറ്റ്ഫുൾ എന്ന് അടിച്ചാൽ മതി. STFUL എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരു ഓപ്ഷൻ കാണിക്കും. അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിൻ്റെ ഒരു ബോയിലർ പ്ലേറ്റ് കോഡ് ഓൾറെഡി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ക്ലാസിൻ്റെ പേര് കൊടുക്കുക, മൈ ബോഡി എന്ന് എഴുതിയതിനു ശേഷം സ്റ്റേറ്റ്ഫുൾ എന്ന് എഴുതി. മൈ ബോഡി സ്റ്റേറ്റ്ഫുൾ എന്ന് എഴുതിയിട്ട് ഞാനൊരു ക്ലാസ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, സ്റ്റേറ്റ് ഉള്ളൊരു ക്ലാസ്, അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൈ ബോഡീനെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ മൈ ബോഡി സ്റ്റേറ്റ്ഫുൾ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ട്രിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയല്ലോ ഇവിടെ. ഓക്കെ, ഇതും ഞാനിവിടെ ഒന്ന് കോപ്പി ചെയ്തു കേട്ടോ, Ctrl+C. അതിനുശേഷം ഞാനിവിടെ സ്റ്റേറ്റ് ക്ലാസ് ഉണ്ടല്ലോ, ഇവിടെ സ്റ്റേറ്റ് ക്ലാസ് ഉണ്ട്, അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ റിട്ടേൺ പ്ലേസ് ഹോൾഡർ എന്നല്ലേ, ഈ റിട്ടേൺ പ്ലേസ് ഹോൾഡറിനെ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ കോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ബിൽഡ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, സെയിം സാധനത്തിന് കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൈ ബോഡി സ്റ്റേറ്റ്ഫുൾ എന്നാക്കി. അതിനുശേഷം സേവ് ചെയ്തു. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ കിട്ടും. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മാറുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഉണ്ടാക്കിയത്? നമ്മളിവിടെ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് പോലെ തന്നെയല്ലേ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്ത് സാധനം ഒന്നും മാറുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈ ബോഡി സ്റ്റേറ്റ്ഫുൾ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ചേഞ്ച് ആയി എന്ന് നമ്മുടെ ആപ്പിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റീഫ്രഷ് ചെയ്യാണ്. ഓക്കെ, അത് റിഫ്രഷ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സ്റ്റേറ്റ് മാറ്റി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം. ഈ സെറ്റ് സ്റ്റേറ്റിനകത്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് മാറ്റേണ്ടത്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ഒബ്ജക്ട്സും ഇതിൻ്റെ ഓരോ സ്റ്റേറ്റ് ഒബ്ജക്ട്സ് ആണ്. ഈ ഒബ്ജക്ട്സിന് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേറ്റ് മാറിയെന്നാണ് അർത്ഥം. അപ്പോൾ ഈ സ്റ്റേറ്റ് മാറി എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇതിന് ആപ്പിനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുക. സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് കോൾ ചെയ്യുക. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ മൈ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അപ്പോൾ മൈ ടെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്തു, ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, സേവ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ ബട്ടൺ പ്രസ്ഡ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് നോക്കാം വർക്കായോ നമുക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ പ്രസ് ചെയ്യുക. കണ്ടോ, ബട്ടൺ പ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈ ബോഡി എന്ന് പറഞ്ഞ സംഭവം ചേഞ്ച് ആയി. ഓക്കെ, നമുക്ക് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ബോഡി എന്നായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കട്ടെ. ഓക്കെ,
അതിനുശേഷം മൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു ബട്ടൺ പ്രസ് എന്ന് പറഞ്ഞ രീതി കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും നമ്മൾ ഉണ്ടാക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യുക, അതായത് യു ഐയിൽ നമ്മൾ ചേഞ്ചസ് നമുക്ക് ഓട്ടോമാറ്റിക് ഡൈനാമിക് ആയിട്ട് നമുക്ക് വരണം. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ടോ യൂസർ ഇൻട്രാക്ഷൻ കൊണ്ടോ നമുക്ക് ഒരു യു ഐ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിലായിരിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പുതിയ വിഡ്ജറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. അതിന് എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കുക, എന്തിനാണ് വിഡ്ജറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. എന്നിട്ട് അതിനുശേഷമായിരിക്കണം നമ്മൾ അത് സ്റ്റേറ്റ്ലെസ് ആണോ സ്റ്റേറ്റ്ഫുൾ ആണോ നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ എന്തിൻ്റെ ബേസിലായിരിക്കണം സ്റ്റേറ്റ്ഫുൾ ആണോ സ്റ്റേറ്റ്ലെസ് ആണോ തീരുമാനിക്കേണ്ടത്. ഡൈനാമിക് ആയിട്ട് അതിൻ്റെ കണ്ടൻസ് നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്റ്റേറ്റ് നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.